CP Plusന്റെ 4 MB ക്ലാരിറ്റി ഉള്ള ഔട്ട്ഡോർ ക്യാമറ, 360 ഡിഗ്രി ഓട്ടോമാറ്റിക് തിരിയുന്ന ക്യാമറ, മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷൻ ഉണ്ട്, എല്ലാം ഒത്തിണങ്ങിയ 2-വേ ടോക്കിംഗ് ഇൻക്ലൂഡ് ഉള്ള, അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഫുൾ കളർ വേണമെങ്കിൽ നമുക്ക് നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറും എടുക്കാം. അടിപൊളി സൂപ്പർ ക്ലാരിറ്റി ഉള്ള പിക്ചർ. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ സിംഗിൾ ക്യാമറകളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാരണം ഒരുപാട് ക്യാമറകൾ വെക്കാതെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ നമുക്കൊരു ഒറ്റ ക്യാമറയായിട്ട് വൈഫൈ ക്യാമറയുണ്ട്, അതുപോലെ 4G സിം ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇന്ന് ഞാനൊരു വൈഫൈ ക്യാമറ ഔട്ട്ഡോറിൻ്റെ ഡേ ആൻഡ് നൈറ്റ് ഫുൾ കളറായിട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള 2-വേ ടോക്കിങ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഔട്ട്ഡോറിൻ്റെ ക്യാമറ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. CP Plus എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വൈഫൈ ക്യാമറയാണ്. അതായത് ഡേ ആൻഡ് നൈറ്റ് ഫുൾ കളറുള്ള വൈഫൈ ക്യാമറ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ CPZ43A എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതൊരു 4 MB ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. അത് തന്നെ H265 കംപ്രഷൻ ഉള്ള ഒരു ക്യാമറയാണ് ഇത്. അതുപോലെ തന്നെ നമുക്കിത് ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്, പ്രൈവസി മോഡുണ്ട്, സ്മാർട്ട് മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, കളർ നൈറ്റ് വിഷൻ ഉണ്ട്, അതുപോലെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേഷൻ ഉണ്ട്, 2-വേ ടോക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പനി ഇതിൻ്റെ ഈ ഒരു ക്യാമറയുടെ ബോക്സിൻ്റെ പുറത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയെല്ലാം വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അലക്സയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 4 MB ക്യാമറയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10 മീറ്റർ വരെയാണ് IR റേഞ്ച് ഇവർ പറയുന്നത്. അപ്പോൾ 10 മീറ്റർ വരെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് മൊബൈൽ വഴി കാണാനാകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ഇതിൻ്റെ ഈസി ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് പോയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളുമാണ് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ആ മെയിൽ ഐ ഡിയും നമ്മളൊരു പാസ്വേഡും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മൊബൈലിൻ്റെ സ്ക്രീനിൽ വരുന്ന QR നമ്മുടെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ സ്കാൻ ചെയ്യുക. അതൊരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മളിത് പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ക്യാമറ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ഈ പിക്ചർ ലഭിക്കും. അപ്പോൾ ഞാനിത് പുതിയൊരു ക്യാമറയാണ്. ഞാൻ ഇതിൻ്റെ സീല് പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത് പുതിയ ക്യാമറയാണ്, കണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ സീല് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് MRP ഇവർ കൊടുത്തേക്കുന്ന 5200 രൂപയാണ്. നമുക്ക് അതിലും കുറച്ചൊക്കെയാണ് ഈ ക്യാമറ ലഭിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനുപയോഗിക്കുന്ന മെമ്മറി കാർഡ്, അതും ഈ CP Plus എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് തന്നെ ഈ ഒരു മെമ്മറി കാർഡ് ഉണ്ട്. ഇത് 64 GB ഒരു മെമ്മറി കാർഡാണ്. അത് അവരുടെ തന്നെ നല്ല വാറണ്ടിയോട് കൂടി തന്നെ തരുന്ന ഒരു മെമ്മറി കാർഡാണ് ഇത് കേട്ടോ. നല്ല വാറണ്ടി ഉണ്ട് അതിന്. എനിക്ക് അവർ പറഞ്ഞത് 5 ഇയർ വാറണ്ടി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. 700 രൂപയാണ് ഇതിൻ്റെ ഒരു MRP പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെമ്മറി കാർഡിൻ്റെ 700 രൂപയാണ് MRP പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് അത് കുറച്ച് എന്തായാലും 100-150 രൂപ കുറച്ചിട്ട് ഈ ഒരു മെമ്മറി കാർഡ് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഞാനത് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒന്ന് പൊട്ടിക്കുവാണ്. സ്റ്റിക്കർ പൊട്ടിച്ച് ആദ്യം നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മാനുവൽ ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മളിത് എങ്ങനെ നമുക്കിത് ഓണാക്കി വർക്ക് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു കാറ്റലോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റലോഗിൻ്റെ ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് നമ്മൾ മൊബൈലിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഓണാക്കിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു മാനുവൽ ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സൈഡിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ,
എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അതുകൊണ്ട് സർവീസിനോ മറ്റു കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. സർവീസൊക്കെ ഇത് തന്നെ ഉണ്ട്. CP+ന്റെ സർവീസ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ സർവീസ് ലഭ്യമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അവരുടെ പാക്കിങ് ഇപ്പോൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ നല്ല ഇതിനകത്ത് നല്ലൊരു പാക്കിംഗ് ആയിട്ടാണ് അവർ ഇത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാമറ ഇരിക്കുന്ന കേട്ടോ, കണ്ടോ, CP+ എന്ന് പറഞ്ഞ 2 ആന്റിന ഉണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതുപോലെ ചാർജർ ഉണ്ട് കേട്ടോ, ചാർജർ നമുക്കതിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു 4 സ്ക്രൂ ഉണ്ട്. ഈ ക്യാമറ നമ്മൾ എടുക്കുമ്പോഴത്തേ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ക്യാമറ. മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഇതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ക്യാപ്പ്, അതായത് റബ്ബർ ഇതുണ്ട്, ബീഡിങ് ഉണ്ട്. അതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് മെമ്മറി കാർഡ് നമുക്ക് അതിനകത്താണ് ഇടുന്നത്. ഇത് നമ്മുടെ ക്യാമറയാണ്. അതാണ്ട് ഇതാണ്. ഇതിനടിയിൽ ലൈറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ചന്ദ്രക്കുലയൊക്കെ വരത്തില്ലേ അതേമാതിരിയുള്ള ലൈറ്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ആ ലൈറ്റ് കത്തിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് രാത്രിയിൽ കളറാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് RJ45 കണക്ടർ. ഇപ്പോൾ ഇത് POE സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അല്ല, നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ മോഡത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇത് എടുത്തിട്ട് ഒരു സ്വിച്ച്, നമ്മളൊരു സ്വിച്ച് വെച്ചിട്ട് നമ്മുടെ DVR-നകത്തൊക്കെ കണക്ട് ചെയ്ത് കാണുന്ന ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് ഇതാണ്ട് ഈ ഒരു RJ45 സോക്കറ്റ് കൂടി ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈഫൈയിലും നമുക്ക് കണക്ട് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ആൻറ്റിന നമുക്കിത് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വയ്ക്കാം. അപ്പം നമ്മൾ ഇത് ഭിത്തിയിലാണ് പിടിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഭിത്തിയെ പിടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു 4 സ്ക്രൂയുടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിത് മുകളിലാണ് പിടിപ്പിക്കുന്നതെങ്കിൽ, അതായത് സീലിംഗാണ് പിടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ, അപ്പോൾ നമ്മൾ ആൻറ്റിന നമ്മൾ നേരെ താത്ത് വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ 4, അതായത് രണ്ട് ഈ സൈഡിൽ 2ഉം ഈ സൈഡിൽ 2. അപ്പോൾ നമുക്ക് മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കാം, അതല്ല സൈഡിലാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഇങ്ങനെ പിടിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിനടിയിൽ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. 4 MB ആണ് ഇതിൻ്റെ ക്ലാരിറ്റി. VT ക്യാമറ അപ് ടു 8 മുതൽ 10 മീറ്ററാണ് IR റേഞ്ച്. അതുപോലെ തന്നെ USB ടൈപ്പ് 5 വോൾട്ട് 1 ആംപിയർ ആണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത് കേട്ടോ. ഈ ഒരു ചാർജർ വരുന്നത്, ഈ ഒരു ചാർജർ ഇറക്കി കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഇല്ലേ, അതുപോലെ തന്നെ ഈ ഒരു ചാർജർ കംപ്ലൈൻറ്റുകളാണ്. അപ്പം ഈ ഒരു ചാർജർ മാത്രം നമുക്ക് മാറിയാൽ നമ്മുടെ ഈ ഒരു സാധനം ചിലപ്പം വർക്ക് ചെയ്യും. ചിലപ്പം കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ചാർജറിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാർജർ നമ്മൾ കണ്ടിട്ടുണ്ട്, USB പോർട്ട് ഉണ്ട്. അപ്പം നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു 5 വോൾട്ടിൻ്റെ ആ ഒരു ചാർജർ നമ്മൾ കണക്ട് ചെയ്താലും നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും പോയാലും. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ചാർജറാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. പവർ സപ്ലൈ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 വേ ടോക്കിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഹോള് കണ്ടോ. ആ ഹോളെന്ന് പറഞ്ഞാൽ സ്പീക്കറുണ്ട്. അതായത് നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ട് മൊബൈൽ വഴി നമുക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ക്യാമറയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിന് കേൾക്കുവാൻ സാധിക്കും. പിന്നെ അവർ സംസാരിക്കുന്ന കാര്യം നമുക്ക് മൊബൈലിലൂടെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ 2 വേ ടോക്കിംഗ് ഉണ്ട്. അത് ഓൾറെഡി കമ്പനി ഈ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു 2 വേ ടോക്കിംഗ് ഉള്ള ഒരു ക്യാമറയാണ്, ഔട്ട്ഡോർ ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് 360 ഡിഗ്രി കറങ്ങും. അപ്പോൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. അതുപോലെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. ഒരാൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകാന്നുണ്ടെങ്കിൽ ആ ക്യാമറ ആളിനെ വാച്ച് ചെയ്തു പോകും. പക്ഷേ ബാക്കിലിരിക്കുന്ന ആളിനെ വാച്ച് ചെയ്യത്തില്ല. അത് വേറെ കാര്യം. കാരണം ഈ ഒരു പോകുന്ന ആളിനെ ആയിരിക്കും കൂടുതലും ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആ ആൾ തിരിച്ചു വരുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് സെൻസ് ചെയ്ത് അവൻ ആൾ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നേരെ ഇതിൻ്റെ സ്ട്രൈറ്റ് ഫോർവേഡിൽ ആ ഒരു പൊസിഷനിലേക്ക് വരും. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ആൾ വന്നു കഴിഞ്ഞാൽ അന്നേരം അങ്ങോട്ട് തിരിയും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ അതല്ല, നമുക്കത് വേണമെങ്കിൽ മോഷൻ ഡിറ്റക്ഷൻസ് ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും നമ്മുടെ മൊബൈലിലെ ആപ്പിനകത്ത് ഉണ്ട്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്ന ഓപ്ഷൻസ്, ഇതൊക്കെ നമ്മൾ ആ മൊബൈൽ വഴിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വൈഫൈ അത്യാവശ്യം സ്പീഡ് ഉള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. വൈഫൈ സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ മൊബൈലിൽ എവിടെ പോയിരുന്നാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു റൊട്ടേഷൻ എങ്ങനെയാണ് തിരിയുന്നത് അതിൻ്റെ ഒരു രീതിയും കൂടെ ഞാൻ നിങ്ങളെ ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതായത് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കിൽ എല്ലാ പിക്ചറുകളും നമുക്ക് ഓർത്തിണങ്ങിക്കൊണ്ട്, അതായത് ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും, അതായത് ചുറ്റും വരുന്ന എത്ര അധികം പിക്ചർ ഉണ്ടോ അതൊക്കെ നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് മാക്സിമം നമുക്ക് കവറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ക്യാമറയിൽ നമ്മൾ മാനുവലായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മുകളിലോട്ടും താഴോട്ടും 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന ക്യാമറയാണിത്. അതുപോലെ തന്നെ
ഓട്ടോമാറ്റിക്കലി നമുക്ക് മോഷൻ ഡിറ്റക്ഷനും ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷനും ഉണ്ട്. അപ്പൊ നമ്മളിത് ഏതിനാണ് ഓപ്ഷൻസ്, എല്ലാ മൊബൈലിലാണ് സെറ്റിംഗ് വരുന്നത്. ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ EasyCam Plus എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളെ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ വരുന്ന സിസ്റ്റം വരെ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു സിംഗിൾ ക്യാമറ വൈഫൈ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുന്ന ഒരു അഡോപ്റ്റർ, അതായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 മീറ്ററിനകത്ത് കേബിളിന് നീളം വരുന്നുണ്ട്. ആ ഒരു കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് മൊബൈലിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വളരെ അതിസുന്ദരമായിട്ടുള്ള പിക്ചർ, പകലുള്ള പിക്ചറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി രാത്രിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പിക്ചർ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് എന്താ ക്ലാരിറ്റി എന്നറിയാം. ഏതൊരു വ്യക്തിയും അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് കൈകൊണ്ട് തന്നെ സൂം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇത് വ്യക്തമായിട്ടാണെന്നറിയാം ഈ ഒരു പിക്ചറിനൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം രാത്രിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പിക്ചറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ എന്ത് നല്ല ക്ലിയർ ആണെന്നറിയാം. ഏതൊരു മനുഷ്യൻ വന്ന് നിന്നാലും അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് റെക്കോർഡിംഗ് കാര്യങ്ങളും ഒക്കെ മെമ്മറി കാർഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൗഡ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്, അത് വേറെ ഒരു ഓപ്ഷനിലാണ്. പക്ഷെ നമുക്കിത് രാത്രിയിൽ കളറാക്കി വേണമെങ്കിലും വിടാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ അതിന് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് കണ്ടോ, മോഷൻ ഡിറ്റക്ഷൻ അനുസരിച്ച്, അതായത് എവിടെയാണ് അനക്കം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഷൻ ഡിറ്റക്ഷൻ അനുസരിച്ച് ഈ ക്യാമറ 360 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങും. അപ്പൊ ആ ഒരു വ്യക്തി പോകുന്ന സമയം വരെ ആ ഒരു വ്യക്തിയെ തന്നെ വാച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാം. രാത്രിയിൽ ആ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ക്ലിയർ ആണെന്നറിയാം, ക്ലാരിറ്റി. വെട്ടമൊന്നും വേണ്ട, ക്യാമറയിൽ വെട്ടമുണ്ട്. സൗണ്ട് ഡിറ്റക്ട് ചെയ്താൽ ഉടനെ ആ സൈഡിലേക്ക് അത് തിരിയുന്നതായിരിക്കും. അതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ക്യാമറ വാങ്ങിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല. 2 വർഷം വാറണ്ടിയാണ് കമ്പനി നമുക്ക് തരുന്നത്. അതും മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു CP Plus എന്ന് പറയുന്ന ബ്രാൻഡ്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ക്യാമറ എല്ലാവർക്കും വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ സാധനങ്ങളൊക്കെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.